എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് നമുക്കൊരു സാഡ് ന്യൂസ് പറയാനുണ്ട്. നമ്മുടെ ശ്രീതളിയൻ അമ്മൂമ്മ, നമ്മുടെ കുഞ്ഞു ലക്ഷ്മി അമ്മ കുറച്ച് ദിവസം മുമ്പ് മരണപ്പെടുകയുണ്ടായി. അപ്പോൾ നമ്മളെല്ലാവരും അതിൻ്റെ ഒരു സിറ്റുവേഷനിലാണ്. അപ്പം കഴിഞ്ഞ കുറേ ദിവസമായിട്ട് വീഡിയോ വരാനും അതുകൊണ്ട് തന്നെയാണ്. ചടങ്ങുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ശ്രീതളിയൻ അതിൻ്റെ കാര്യങ്ങളായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും നല്ലൊരു വിഷമതയാണ്. കാരണം നമ്മുടെ ഒപ്പം വീഡിയോയിലൊക്കെ വന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയാം നമ്മൾ കുഞ്ഞു ലക്ഷ്മി അമ്മയായിട്ട് എങ്ങനെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു സിറ്റുവേഷനിലാണ്. എങ്കിലും നമുക്ക് വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഗൈസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ ഷൂട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും നമ്മൾ ഷൂട്ടിംഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ശ്രീതളിയൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ വീട്ടിൽ പോയിരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ നാളിന് ശേഷം ഒരു അടിപൊളി ഈറ്റിംഗ് ചലഞ്ചുമായിട്ട് ഇന്ന് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ചലഞ്ച് എന്താണ്? പൊറോട്ട, നിധി പൊറോട്ട. നല്ല നാടൻ നിധി പൊറോട്ട ഈറ്റിംഗ് ചലഞ്ച്. നിധി പൊറോട്ട എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫേമസ് ആണ് നമ്മുടെ നാട്ടിലൊക്കെ. പല ഭാഗത്തില്ല, കേരളത്തിന്റെ പല ഭാഗത്തും നിധി പൊറോട്ട ഭയങ്കര ഫേമസ് ആണ്. അപ്പം അത് വെച്ചാണ് നമ്മളിന്ന് ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. പ്രവീൺ, പക്ഷെ സംഭവം ഇതല്ല, നിതിനളിയനെ കൊണ്ട് അടുപ്പിച്ച് നമ്മൾ ഉണ്ടാക്കിച്ച പൊറോട്ടയാണ്. എന്താണ് ഗൈസ്? അപ്പൊ നമ്മുടെ വാശിയേറിയ നിധി പൊറോട്ട ചലഞ്ചിൽ മത്സരിക്കാൻ ആയിരിക്കാൻ നമുക്ക് നോക്കാം. നമ്മുടെ സ്വന്തം കിംബോയ്, ഇപ്പി, നന്ദോളിയൻ, പ്രവീൺ അളിയൻ, കമന്ററിയുമായിട്ട് രാജേഷ് അളിയൻ ഉണ്ടാവും. ഞാൻ പിന്നെ റഫറിയാണ്. ക്യാമറയ്ക്ക് പറയുന്നത് നമ്മുടെ ശരത്തളിയനും ഉണ്ട്. നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. നമ്മൾ ഈ നിധി പൊറോട്ട വാങ്ങിച്ചിരിക്കുന്നത് ചെങ്ങന്നൂർ മുണ്ടങ്കാവിനടുത്തുള്ള മലബാർ റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. നമുക്ക് നോക്കാം. ഇതാണ് അവരുടെ ബീഫ് സ്പെഷ്യൽ നിധി പൊറോട്ട. ഇപ്പോഴത്തെ ഓംപ്ലേറ്റ് ഉണ്ട്, ചിക്കൻ, ബീഫ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് ഈ ബീഫ് നിധി പൊറോട്ട ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പൊറോട്ടയും ബീഫും എടുത്തിട്ട് ഒന്ന് വടിച്ചോട്ട്. ഓക്കെ, സൂപ്പർ. ബീഫ് നിധി പൊറോട്ട ഒരു രക്ഷയില്ല. ഇവരെല്ലാം വെയിറ്റ് അങ്ങോട്ട് നോക്കി വെയിറ്റിംഗ് ആണ്. അരമണിക്കൂർ തുടങ്ങിയാലോ? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വാശിയേറിയ നിധി പൊറോട്ട തീറ്റ മത്സരം തുടങ്ങാൻ പോവുകയാണ്. തുടങ്ങാം. റെഡി അല്ലേ? റെഡി, 1 2 3 സ്റ്റാർട്ട്. വാശിയേറിയ നിധി പൊറോട്ട മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. വാശിയേറിയ നിധി പൊറോട്ട മത്സരത്തിൽ മത്സരിക്കുന്നു സുബിൻ ഇപ്പി. രണ്ടാമതായി മത്സരിക്കുന്നു നന്ദു അളിയൻ, ശൈലാജ് ഇക്ക, പ്രവീൺ ബാഹുലേയൻ മത്സരിക്കുന്നു. വാശിയേറിയ മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. ഇത് ട്രഷർ നിധി പൊറോട്ടയാണ് ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. വാശിയേറിയ മത്സരം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വാശിയേറിയ മത്സരത്തിൽ നമ്മുടെ സുബിൻ ഇപ്പി ഇപ്പൊ മുന്നിട്ടിരിക്കുകയാണ്. തൊട്ടുപറയിൽ നന്ദോളിയും ഒട്ടും വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞിട്ട് വാശിയേറിയ മത്സരം മാസങ്ങൾക്ക് ശേഷം വാശിയേറിയ തീറ്റ മത്സരം നന്ദോളിയും വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. തൊട്ടുപുറകിൽ ഈറ്റിംഗ് ചലഞ്ചുകളുടെ മുടിചൂടാൻ മന്നൻ ശൈലാജിക്ക അതെ തീറ്റാറായിരിക്കുന്നു. വാശിയേറിയ മത്സരത്തിൽ ഈ മുടി ചൂടാൻ മന്നൻ വിട്ടുകൊടുക്കില്ല. ഈ നിധി പൊറോട്ട, ഇത് ട്രഷർ പൊറോട്ട, ഇത് ഞാൻ കഴിച്ചു തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ശൈലാജ് ഇക്ക ഫ്രം കടൈക്കാട്. ഇല്ല ശൈലാജിക്കല്ല ഇന്ന് നന്ദോളിയാണ് പറഞ്ഞിട്ട് നന്ദോളിന്റെ മുന്നിട്ടിരിക്കുന്നു. നന്ദോളി, ഞാനിത് വിട്ടുകൊടുക്കില്ല. ഞാൻ ഈ മത്സരം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഈ പൊറോട്ടയും ഈ ചിക്കൻ ഫ്രൈയും ഈ ചിക്കൻ പീസുകളും ഞാൻ കഴിച്ചു തീർക്കും. ഈ മത്സരം എനിക്കുള്ളതാണെന്ന് ആവേശകരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന താരം സുബിൻ ഇപ്പി. ഗൈസ്, അപ്പോൾ വാശിയേറിയ നിധി പൊറോട്ട തീറ്റ മത്സരത്തിൽ നന്ദോളിയാണ് ഇപ്പൊ മുന്നിട്ടിരിക്കുന്നത്. നന്ദോളിയും ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിക്കൻ പീസ് ഉണ്ട്, ബാക്കിയുണ്ട്. ഇല്ല, വിട്ടുകൊടുക്കാൻ ഞാനും തയ്യാറല്ല. പ്രവീൺ ബാഹു ഇതാ മുന്നേറുന്നു. ഈ മത്സരം നിങ്ങൾ കാണുക, നിങ്ങൾ ഇത് കൊണ്ടാടുക. ഇതാണ് പ്രവീൺ ബാഹു മത്സരിക്കുന്നു. വാശിയേറിയ മത്സരത്തിൽ പ്രവീൺ ബാഹു തന്നെ ഈ മത്സരം കൊണ്ടുപോകും. വീണ്ടും ഇപ്പി ലീഡ്
ലീഡ് ചെയ്യുന്നു ഇപ്പി നൂഡിൽസ് ലീഡ് ചെയ്യുകയാണ്. ഇല്ലില്ല, ഇന്നിപ്പിയല്ല, ശൈലാജല്ല, ഇക്കയല്ല, പ്രവീണല്ല, ഇന്ന് നന്ദുവളിയനാണ്. നന്ദുവളിയൻ പ്രഖ്യാപിച്ചുകൊണ്ട് ആളുകളുടെ താരം നന്ദു അളിയൻ. റാശിയുടെ മത്സരത്തിരിക്കുന്ന നന്ദുളിയാണ് ഇപ്പൊ കറന്റ് മുന്നിട്ടിരിക്കുന്ന നന്ദുളിയൻ. തൊട്ടുപുറയിൽ ശൈലാജിക്ക് ഒട്ടുമിട്ട് കൊടുക്കാൻ പറഞ്ഞു. ശൈലാജിക്ക് ഉണ്ട്. അതിന് തൊട്ടുപുറയിൽ ലിപ്പിയുണ്ട്. ഏറ്റവും പുറയിൽ നമ്മുടെ പ്രവീണളിയൻ. ഏറ്റവും പ്രവീണളിയൻ കടൈക്കാടിന്റെ പൊന്നോമന പുത്രൻ എന്നറിയപ്പെടുന്ന മുടിച്ചുകൂടാമന്നൻ ശൈലാജിക്ക ഇക്ക തന്നെ ഈ മത്സരം വിജയിക്കും. ഇക്ക തന്നെ ഈ മത്സരം കൊണ്ടുപോകുമെന്ന് നന്ദുവളിന് ഒരു പൊറോട്ട, ഇപ്പിക്ക് ഒരു പൊറോട്ട, ശൈലാജിന് 1.5 പൊറോട്ട, പ്രവീൺ 2 പൊറോട്ട. ഓക്കെ, ഇതാ നന്ദുവളിയൻ മാസങ്ങൾക്ക് ശേഷം നന്ദുവളിയൻ ഈറ്റിംഗ് ചലഞ്ചിലേക്ക് തിരികെ വന്നിരിക്കുന്നു. ഞാൻ തന്നെ ഈ മത്സരം വിജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തത് നമ്മുടെ നന്ദു അളിയൻ തന്നെ. ഈ മത്സരത്തിൽ ആരാണ് വിജയ്? ശൈലാജിക്കാണോ? പ്രവീൺ. ഞാൻ വെയിറ്റ് ചെയ്യാറുണ്ട് എന്തേ പ്രവീൺ അളിയൊന്നും ഇവിടെ കാണിക്കാത്ത. എന്തോ പൊറോട്ട ബോക്സിനകത്താക്കി ഒരു ശ്രമം നടത്തിയ പുള്ളി, പക്ഷെ പരാജയപ്പെട്ടു. കഴിച്ചു. കള്ളക്കളികളുമായി ഉസ്താദ് മത്സരിക്കുന്നു. പ്രവീൺ എന്ന ഉസ്താദ്. നമ്മുടെ മത്സരത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. നന്ദുവളിയനും ഇക്കയും സൗബിനും തമ്മിലുള്ള മത്സരമാണ്. ഏകദേശം നന്ദുവളിയും തീരാറായിട്ടുണ്ട്. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ഈറ്റിംഗ് ചലഞ്ചുകളുടെ ചരിത്രത്തിൽ നന്ദുവളിയൻ വീണ്ടും വിജയിക്കാൻ പോവുകയാണ്. വിജയത്തിലേക്ക് പോവുകയാണ്. തൊട്ടുപുറയിൽ ഈറ്റിംഗ് ചലഞ്ചുകളുടെ മുടിച്ചു കിടാമെന്ന് കുറച്ച് ഞാൻ പറഞ്ഞ ശൈലാജിക്ക വീണ്ടും ഇപ്പി വാർത്താവാനിയിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. സൗബിൻ സാർ ഇല്ല, ഈ പച്ചമുളക് കഴിച്ചു നോക്കാം. ഓക്കെ, പച്ചമുളക് ഉൾപ്പെടെ ഈ പച്ചമുളക് ഉൾപ്പെടെ കഴിക്കണമെന്ന് അറിയിക്കും. അതെ, പച്ചമുളക് എടുത്തു. ഓക്കെ, ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ വിജയം കിട്ടുന്നതാണ്. നന്ദുവളിയൻ ഈ മത്സരം വിജയിക്കാൻ പോകുന്നു. നന്ദുവളിയൻ അപ്പൊ നമ്മൾ വാശിയേറിയ നിധി പൊറോട്ട മത്സരത്തിന്റെ അവസാന പീസ് കഴിച്ച് നന്ദുവളിയൻ വിജയിക്കാൻ പോവാണ്. കമോൺ. വാശിയേറിയ നിധി പൊറോട്ട തീരുമാനത്തിൽ 1ാം സ്ഥാനത്തെത്തിക്കുന്ന നമ്മുടെ നന്ദുവളിയനാണ്. മാസങ്ങൾക്ക് ശേഷം 2ാം സ്ഥാനത്ത് ആരാണ്? 2ാം സ്ഥാനത്ത് ഈറ്റിംഗ് ചലഞ്ചുകളുടെ മുടിയുടെ 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. 3ാം സ്ഥാനത്ത് നമ്മുടെ സൗബിൻ. ആര്? അവന്റെ 1.5 ഉണ്ട്. ആണോ? ഓക്കെ, അപ്പൊ 3ാം സ്ഥാനത്ത് നമ്മുടെ പ്രവീൺ ബാഹുലയും എത്തിയിരിക്കുകയാണ്. ഓക്കെ, 4ാം സ്ഥാനത്ത് നമ്മുടെ വാർത്ത ന്യൂസ് ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ് ന്യൂസ് സൗബിൻ ഷാഹിർ. അപ്പോൾ കഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റി നിധി പൊറോട്ട വേണ്ടവർ ചെങ്ങന്നൂർ മുണ്ടങ്കാവിനടുത്തുള്ള മലബാർ റെസ്റ്റോറൻറ്റിൽ പോയല്ലോ. മൈനസ് ഇഷ്ടമല്ല. ഗ്രേവി ഉണ്ടായിരുന്നു. ഇവനങ്ങ് കുറെ ഗ്രേവി ഉണ്ടായിരുന്നേ തിന്നേനെ. മൊത്തം കഴിച്ചിട്ട് ഇലയും കാണിച്ചിട്ട് ഇവിടുന്ന് പോകാം. ഇതെവിടുന്ന് എടുക്കുവാ? വിജയായിരിക്കുന്നത് നമ്മുടെ നന്ദുവളിയനാണ്. ഞങ്ങൾ ഞങ്ങൾ നിധിയുടെ പേര് പറഞ്ഞാൽ ഞാൻ എന്റെ പേരായിട്ട് മാത്രമാണ് പുള്ളി. 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ആരാന്ന് വെച്ചാൽ ഈറ്റിംഗ് ചലഞ്ചുകളുടെ മുടിച്ചൂടാൻ പറ്റുന്ന ഞാൻ ആദ്യമേ പൊക്കി പറഞ്ഞായിരുന്നു. 3ാം സ്ഥാനത്ത് നമ്മുടെ സൗബിൻ ഇപ്പി. പുള്ളി ഇടയ്ക്ക് ഉടായ്പ കാണിച്ചു എടുക്കുന്നുണ്ടായിരുന്നു. താഴെ ഗ്രേവി ഇല്ലാഞ്ഞോണ്ട് ഞാൻ ചോദിച്ചു. പെട്ടി എടുത്തിട്ട് പെട്ടിക്കകത്ത് ഒരു 2 പൊറോട്ട എങ്ങ് മാറ്റി. ഞാൻ ചോദിച്ചു. എന്നോട് അപ്പുറത്തെ ഉള്ളൊരു പാവം കൊച്ചുണ്ടാവും പൊറോട്ട. അപ്പൊ ഞാൻ പിന്നെ അങ്ങനെ പറഞ്ഞിട്ടില്ല ശൈലാജ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ എനിക്കറിയില്ല. എന്നാലും ഞാൻ അതിനകത്ത് ഗ്രേവി എടുക്കുമായിരുന്നു. പരാതി ഉണ്ടോ 3ാം സ്ഥാനം കൊടുക്കുന്നതിന്? എനിക്കൊരു പരാതിയില്ല. പുള്ളി എടുത്തോട്ടെ. 4ാം സമ്മാനത്തിന് 2 മുളക് കഴിക്കണം ഫുള്ള്.
പുള്ളി പിന്നെ റിവ്യൂ എടുത്തു. അല്ലെ പിന്നെ പ്രവീൺ അളിയൻ തേർഡ് സ്ഥാനം അല്ല എന്നുള്ളവരൊക്കെ കൈ പോക്കട്ടെ. തേർഡ് സ്ഥാനം അല്ലെന്നോ? തേർഡ് സ്ഥാനം ഇപ്പിയാണ്, പ്രവീൺ അളിയൻ ലാസ്റ്റ് ആണെന്നുള്ളൊരു കൈ പോക്കട്ടെ. പണിഷ്മെന്റ് വേണോ? ഇന്നത്തെ ഡെസ്കും കസേരയും കൊണ്ട് കൊടുക്കും. അതെ, അവർ ക്യാരി ചെയ്തോളും, കുഴപ്പമില്ല. അപ്പൊ അത് പണിഷ്മെന്റ് ആയിട്ട് കൊടുക്കാം. ഗൈസ്, അപ്പൊ നമ്മുടെ വാശിയേറിയ നിധി പൊറോട്ട മത്സരം ഭംഗിയായിട്ട് അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു ഡെവലക്കേഷൻ നന്തോളം വിജയിച്ചു. അങ്ങനെ ഇനി നമ്മൾ ഇതിലും വെറൈറ്റി ആയ ചലഞ്ചുകളുമായിട്ടും അടിപൊളി ഗെയിമായിട്ടും ഈറ്റിംഗ് ചലഞ്ചുകളായിട്ടൊക്കെ നമ്മൾ വരുന്നതായിരിക്കും, അല്ലെ? ബാക്ക് സ്ട്രോങ് ശ്രീത്രേനൊപ്പം സ്ട്രോങ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട്